എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് രുചിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു കാന്താരി അൽഫാമിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ കഴിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഓവനോ ഗ്രില്ലോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സെയിം ടേസ്റ്റിൽ പാനിൽ നമുക്കിത് വീട്ടിൽ ചെയ്തിട്ടെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാന്താരി അൽഫാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6ഓളം കാന്താരി മുളകാണ്. ഇപ്പം നമുക്കിതിലേക്ക് ഒരു 6 കാന്താരി മുളക് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് കാന്താരി ചേർക്കുന്നുണ്ട്. ഇതൊരു 2 ഗ്രാമ്പും ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്കായും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്നും ഒരുപാട് മാറിപ്പോവരുത്. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്കിത് മിക്സിയിൽ നല്ല പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിനൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതുപോലെ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അഥവാ കുറച്ച് വെള്ളമയം പോലെ ഇത്രയും കട്ട തൈരല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഊറ്റി നമ്മൾ ആ ഒരു വെള്ളം കളഞ്ഞിട്ട് ആ ഒരു കട്ട തൈരായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാന്താരി അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകേണ്ട വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ചിക്കൻ്റെ ഒരു സ്കിന്ന് വേണമെങ്കിൽ ആ ഒരു സ്കിന്നോട് കൂടിയിട്ട് തന്നെ ചിക്കൻ എടുക്കാമെന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്കിന്നൊന്ന് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. 1 കിലോ ചിക്കൻ ഇതുപോലെ 4 ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിത് ഗ്രില്ല് ചെയ്യോ അല്ലെങ്കിൽ പാനിലോ ഓവനിലോ വെച്ചാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം ചപ്പാത്തിക്കോല എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. ഒരുപാട് ബലത്തിൽ നമ്മളങ്ങ് അടിക്കരുത്. ചെറുതായിട്ട് എൻ്റെ എല്ലൊക്കെ നുറുങ്ങി ഫ്ലാറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് അടിച്ചിട്ടെടുക്കുക ഇതുപോലെ. അപ്പോൾ അങ്ങനെ അടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ഇത്. ഇതുപോലെ നന്നായിട്ട് ആഴത്തിൽ ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഒരു മസാലയൊക്കെ നല്ല പോലെ തന്നെ അതിലേക്കൊന്ന് പിടിക്കത്തുള്ളൂ. ഇനി ഈ ഒരു ചിക്കൻ എല്ലാം കൂടി ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു വെളുത്തുള്ളി ഒരു മീഡിയം വലിപ്പമുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 12-14 എണ്ണം വരെയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയുടെ പകുതിയും തീരെ ചെറിയൊരു സവാളയുടെ പകുതി കട്ട് ചെയ്തതുമാണിത്. ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള 2 ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയും തക്കാളിയും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ശേഷം ആ ഒരു ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അൽഫാമിൻ്റെ എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഈ ഒരു കാന്താരി മുളകാണ്. കാന്താരി അൽഫാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അൽഫാമിന് എരിവ് വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് കൂടാതെ ഒരു 18 കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു കാന്താരി മുളകാണ്. തീരെ ചെറിയ കാന്താരി മുളകൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയും 1/2 കപ്പ് അളവിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ ഒരു തക്കാളിയും സവാളയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആ ഒരു വെള്ളം ഇറങ്ങി നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇതൊന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ നമ്മളൊരു 1/2 മണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ അരച്ചെടുത്ത ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ആ ഒരു എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്.
അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുമോ, അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലിംഗ് വാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കിത് കുറഞ്ഞത് ഒരു 5 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരു ചിക്കനിൽ ഒരു മസാലയൊക്കെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 5 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. 5 മണിക്കൂർ വെക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതല്ല, അപ്പോൾ കുറച്ച് വെള്ളം ഇതുപോലെ അങ്ങ് ഇറങ്ങും. ആ ഒരു വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി അങ്ങ് കളഞ്ഞേക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഇതുപോലെ ബട്ടർ ഒന്ന് ഉരുക്കിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ച് കാണിക്കുന്നുണ്ട്. കൂടാതെ ഓവനോ ഗ്രില്ലോ ഒന്നും ചെയ്യാതെ തന്നെ പാനിൽ വെച്ചിട്ടും അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന രീതിയും കാണിക്കുന്നുണ്ട്. നമ്മളിത് ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഫംഗ്ഷൻ നമ്മൾ ഗ്രില്ല് മോഡിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. ശേഷം ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 45 മിനിറ്റ് നമ്മൾ വെക്കുമ്പോഴത്തേക്കും ചിക്കൻ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ തുറന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഒരു 35 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടർ ഇല്ലേ, അതിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു എണ്ണയും ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു 2 മിനിറ്റ് ഒരു സൈഡിൽ നിന്ന് കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലങ്ങ് പിടിക്കും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ട് 20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു 4 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 2 സൈഡ് ഒന്ന് കുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് 10 മിനിറ്റ് വെച്ചിട്ട് 2 സൈഡ് ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതുപോലെ നമ്മളൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കുക. നല്ല സ്മൂത്തായിട്ട് ഒരു സ്റ്റിക്കൊക്കെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാനിൽ ചെയ്ത് ഈ ഒരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ചെയ്തത് ഒരു 45 മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓവനിൽ നമ്മൾ ചെയ്തത് ഒരു 35 മിനിറ്റ് ആയപ്പോൾ മറിച്ചിട്ട് കൊടുത്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കാന്താരി അൽഫാമിൻ്റെ ഒരു സെയിം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഇതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ ഒരു കനലുണ്ടെങ്കിൽ അതെടുത്താലും മതി. നല്ല പോലെ തന്നെ ചാർക്കോൾ കത്തിച്ചതിന് ശേഷം ഇതിലൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർക്കോളിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇതുപോലെ പുക വരാൻ തുടങ്ങും. ഇതുപോലെ പുക വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ ഇല്ലേ, ആ ഒരു കറക്റ്റ് ഒരു ഫ്ലേവർ നമുക്കിതിൽ കിട്ടും. ലാസ്റ്റ് നമ്മൾ ഈ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണേ, എങ്കിൽ മാത്രം നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതങ്ങടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് രുചിയിലുള്ള നമ്മുടെ ഒരു കാന്താരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു അൽഫാം തന്നെയാണ് കേട്ടോ ഇത്. കാന്താരി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു എരിവനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു എഗ്ലെസ് മയോണൈസും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഗ്ലെസ് മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമുക്കിത് കുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിയോ പൊറോട്ടയോ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അൽഫാമാണ്. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.